മനാഫിലേക്ക് ഒന്ന് പോവുകയാണ്. മനാഫ് ലോറി ഓണർ, ക്ഷമിക്കണം, ലോറി ഓണറാണ് മനാഫ് ഇന്നലെയും നമ്മളോട് പ്രതികരിച്ചതാണ്. മനാഫ് ഈ 6ാം ദിവസം എത്തിയല്ലോ. ഇപ്പോൾ മനാഫ് അവിടെ നേരിട്ട് കാണുന്ന കാഴ്ച എന്താണ് മനാഫിന് തോന്നുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ? ഇതിപ്പോ ഇവിടെ പണി നടക്കുന്നുണ്ട് എന്നും പറയുന്ന മാതിരി തന്നെ സ്ലോ ആണ് നടക്കുന്നത്. സ്ലോ ആണോ? ഇവിടെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ബാരിക്കേഡ് വെച്ചിട്ട് വണ്ടികൾ ലോഡ് കയറ്റിയിട്ട് വരിയായി നിൽക്കുകയാണ്. അതേമാതിരി ഈ വണ്ടികൾ പോയാലാണല്ലോ കാലി വണ്ടികൾ ഉള്ളോട്ട് കയറാൻ പറ്റുക. ഇവർക്ക് ഇവരെ ഈ പ്രശ്നം കൾച്ചർ ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ മിനിസ്റ്റേഴ്സ് വരുമ്പോ നമ്മളെ ഈ രക്ഷാപ്രവർത്തനം സ്ലോ ആവുക. മണ്ണ് വണ്ടികൾ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ നമ്മളെ ഒരു കുറച്ച് സമയം മറ്റേ കേരളക്കാർക്ക് മൊത്തത്തില് കയ്യിൽ കിട്ടീന് ഇത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള MPD മറ്റുള്ള എല്ലാരും. അപ്പൊ കാണിച്ചു കൊടുത്തീന് ഇതിന്റെ സ്പീഡ് എങ്ങനെയാണ് എന്നുള്ളത്. അത് ഇവർക്ക് അറിയില്ല. നമ്മൾ ഈ ട്രാഫിക് വരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഈ കാലിവണ്ടികൾ ഏത് സൈഡിൽ കൂടി വരണം, അതിന് മാത്രം വീതിയുള്ള റോഡുകളാ. ഒരു സൈഡിൽ കൂടി കാലിവണ്ടികൾ വരണം, മറ്റൊരു സൈഡിൽ കൂടി ലോഡ് വണ്ടികൾ പോകണം. അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ല. എത്ര ലോറി ഉണ്ട് മനാഫ് ഈ രക്ഷാപ്രവർത്തനത്തിൽ? എത്ര എണ്ണം കാണുന്നുണ്ട്? മണ്ണുമാന്തി ആവശ്യത്തിനുള്ള ലോറികളൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള ലോറികളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ ഈ ലോറികൾ കൃത്യമായിട്ട് ലോഡുകൾ ഇറക്കാൻ കഴിയില്ല. ആ മൂവ്മെന്റ്സ് ക്ലിയർ അല്ല. ഏത് ഇമ്പോർട്ടന്റ് ആണല്ലോ സാറേ. കുടുങ്ങി കിടക്കാണ് ലോറികള്. അതെ. ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മിനിസ്റ്റർമാര് വരുമ്പോഴും ഇതിന് ബൈറ്റ് എടുക്കുന്നത് നടു റോട്ടിൽ വെച്ചിട്ടാ. ഹലോ, അപ്പൊ എന്താ ഈ കർണാടക മിനിസ്റ്റർമാരാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പൊ എല്ലാ വണ്ടീസും ഓഫാക്കി വെക്കണം, എല്ലാ മെഷീനും ഓഫാക്കി വെക്കണം. ഹലോ, അതൊരു എന്താ പറയാ പ്രശ്നമാണ് ഇപ്പോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. ഇനി എത്രയും പെട്ടെന്ന് ആളെ കഴിച്ചിലാക്കലാണ് ആവശ്യം. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതീക്ഷ എങ്ങനെ കൈവിട്ട് പോവുകയാണ്. ഇപ്പോൾ നല്ല പ്രതീക്ഷയിലാണ് ഉള്ളത്. നമുക്ക് പ്രതീക്ഷ പുലർത്താം. നിരാശപ്പെടേണ്ട. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ നിമിഷം വരെ നമുക്ക് പ്രതീക്ഷ വെക്കണം. കാരണം അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണല്ലോ. ചീഫ് മിനിസ്റ്റർ ഒക്കെ വരുമ്പോ ഇവര് അതിനുള്ള ഒരുക്കങ്ങളാണ്. നല്ല ഉത്സവം ഒന്നല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഉള്ളത് തുറന്നു പറയണല്ലോ. അതുകൊണ്ടാണ് ഒന്നും തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മളുടെ ഈ കേരളത്തിൽ ഇപ്പോ രഞ്ജിത്തൊക്കെ ഉൾപ്പെടെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത്? ഞാനിപ്പോ ഓരോരുത്തർ മറ്റ് കുറച്ച് റെസ്ക്യൂ ടീമും കൂടി വന്നിനെ. റിസ്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി ആക്കി വന്നിക്കണ്. കേരളത്തിൽ നിന്നാണോ? അതെ. കേരളത്തിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതെ. ഓരോരുത്തർ വരുന്നുണ്ട്. പക്ഷെ അതെന്താ പറയാ, ഇതിപ്പോ പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയാ, ഇവർക്ക് ഒരു മാനാഭിമാന പ്രശ്നമായി മാറിക്കുന്നത്. പക്ഷെ ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതേനു. കേരളത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ദുരന്തങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അതെങ്ങനെ നേരിടണം എന്നുള്ളത്. ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നടന്നതിനെ സാറേ ഇത് ഇവിടുന്ന് നമുക്ക് പോരാൻ പറ്റൂല. അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. നമ്മളെ കൂടുതലുള്ള എല്ലാവർക്കും സുഖടായിക്കണേ. അർജുന്റെ ഫാമിലിയിലുള്ളവർക്കും സുഖമില്ലാതെ അയക്കണേ. നമ്മള് വണ്ടിന്റെ ജ്യേഷ്ഠന്മാർ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാരും സുഖമില്ലാതെ അയക്കണേ. എന്നിട്ടും മയം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ പത്രസമ്മേളനം നടത്തുമ്പോ സങ്കടാണ്. മനസ്സിലായി മനാഫ്, എനിക്ക് ഊഹിക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സൈഡിൽ എവിടെ നിന്നിട്ട് നടത്തിന്ന് പറഞ്ഞു പോണത്. വണ്ടികൾ പോട്ടെ, മണ്ണുമായിട്ട് വണ്ടികൾ സ്പീഡിൽ പോവട്ടെ. അതെ. മനാഫ്, എന്തായാലും മനാഫിന്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നു. കുഴപ്പമില്ല മനാഫ്, പറ്റുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.